ഈ ഒരു സൂയുടെ അപ്പുറത്തെ സൈഡിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സൂയുടെ ഉള്ളിലൂടെ തന്നെയാണ് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാം. അപ്പോൾ ഏതായാലും കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വിശദമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഒരു കുഞ്ഞ് ഷോപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വീക്ക് ഡേ ആണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഫാമാണ്. പക്ഷേങ്കിൽ ഇവിടെ നല്ല ക്രൗഡഡ് ആയിട്ട് ഉണ്ടാവുക വീക്കെൻഡിലാണ്. വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 3:10 ആ ഒരു സമയത്താണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. പിന്നെ ഒരു 4-4:30 ഒക്കെ ആയപ്പോൾ എക്സ്ട്രാ 2-3 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിയതും വീക്ക് ഡേ വരുന്നതായിരിക്കും നല്ലത്. കാരണം അധികം ക്രൗഡഡ് അല്ലാണ്ട് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ അധികം ക്രൗഡഡ് ഒന്നും ഇല്ലാണ്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ടൈം വീക്ക് ഡേ ആണ്. ഈ ഒരു സമ്മർ സീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്ക് വെയിലും ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത് 5 മണിക്ക് മെയിൻ സൂ ക്ലോസ് ചെയ്യും. അതിൻ്റെ മുന്നേ എത്തണോ. അതിൻ്റെ ഉള്ളിലാണ് ലയണും ടൈഗറും ഡീറും ഒക്കെ ഉള്ളത്. ഈ സൂവിൻ്റെ കളർ തീം എന്ന് പറയുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് ആണ്. നമ്മുടെ ഖത്തർ ഫ്ലാഗിൻ്റെ കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നടപ്പാതയാണ്. ഇതുപോലെ
പിന്നെ അതുമാത്രമല്ല നല്ല കുഞ്ഞു കുഞ്ഞ് ഇതുപോലുള്ള ഹട്ടുകളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിൻ്റെ മോഡൽ കല്ലിൽ വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, നല്ല വലുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തട്ടുകടയുടെ മോഡൽ ഒരു ഷോപ്പും ഉണ്ട്, ഒരു കുഞ്ഞു ഷോപ്പ്. അതിപ്പോൾ ഓപ്പൺ അല്ല, വീക്കെൻഡിൽ ഓപ്പൺ ആക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉള്ളത്. ഇത് വൈകുന്നേരം 5 മണിക്കാണ് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പം ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോന്നിലും കയറുന്നതിന് 5 റിയാൽ വെച്ചിട്ടാണ് അവർ പ്രൈസ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒന്ന് കയറി നോക്കാം.